ഇസ്ലാമികവൽക്കരണത്തിന് അരങ്ങൊരുക്കാൻ ജിമ്മുകളും സംസ്ഥാനത്ത് ശരിയത്ത് ജിമ്മുകളുമായി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. ഇസ്ലാം ഫ്രണ്ട്ലി ജിം എന്ന പേരിലാണ് പുതിയ നീക്കം. പാലക്കാട് പുതുനഗരത്തിലാണ് ജിം സ്ഥാപിക്കുക. ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചായിരിക്കും പ്രവർത്തനം. പാട്ടുകൾ ഉണ്ടാവില്ല, ഔറത്തുകൾ മറച്ചിരിക്കണം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സമയം എന്നിവയാണ് ജിമ്മിന്റെ നിയമങ്ങൾ. അരുൺ, വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. അതായത് ഒരു ജിമ്മിൽ പാട്ടുണ്ടാകില്ല, ഔറത്തുകൾ മറച്ചിരിക്കണം എന്ന് പറയുന്നു. സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രത്യേക സമയത്ത് ജിമ്മിൽ വരണമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ജിമ്മിൽ പോകണ്ടല്ലോ, വല്ല പള്ളിയിലും പോയാൽ പോരെ. അപ്പൊ എന്താണ് ജിഹാദികൾ ഉദ്ദേശിക്കുന്നത്? വാണമേ, ജിഹാദികൾ ഉദ്ദേശിക്കുന്നത് നിന്റെ തന്തയ്ക്ക് ഒരു പെണ്ണും കൂടി കെട്ടിച്ചു തന്നാലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. തനിക്ക് വല്ല എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ പറയണം. മര ഊള വാണമേ, ഇന്നലെ പാലക്കാട് നെമ്മാറയിൽ ഒരു സംഘിനി അമ്പലത്തിലെ ഭണ്ഡാരപ്പെട്ടി കുത്തിത്തുറന്ന് മോഷ്ടിച്ചത് കേരളത്തിലെ എല്ലാ ന്യൂസ് ചാനലിലും വന്നു. നിന്റെ ന്യൂസ് ചാനലിൽ മാത്രം വന്നില്ലല്ലോടാ. നീ മുസ്ലിങ്ങൾ എവിടെയാണ് തൂറുന്നതെന്ന് നോക്കി അത് മണപ്പിച്ചു കൊണ്ടുപോവുകയാണല്ലോടാ വരമാണമേ. ഈ വാണത്തിന്റെ നാവില് എല്ലില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ വാണം എന്തൊക്കെയാ വിളിച്ചു കൂവണറിയോ? തള്ള സഹിക്കൂല. ഒന്നും കൂടി കേട്ടു നോക്കി. അല്ല, ഇസ്ലാമിക അലിഖിത നിയമങ്ങൾ മുന്നോട്ട് വെക്കുന്ന ജിമ്മാണ് ആരംഭിക്കുന്നത്. പെൺകുട്ടികളും ആൺകുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും പ്രത്യേക സമയത്ത് ജിമ്മിലേക്ക് വരണം. ജിമ്മിൽ പാട്ടുകൾ ഉണ്ടാവില്ല. ശരീരം മുഴുവൻ മൂടിപ്പൊതച്ചുള്ള വസ്ത്രങ്ങളുമായി വേണം ജിമ്മിലേക്ക് എത്താൻ. അതായത് അഫ്ഗാനിസ്ഥാനിൽ താലിബാനും സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ബൊക്കോ ഹറാബും പല ഷാഗിലെ വെളിച്ചെണ്ണ കുപ്പി കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ നടക്കുന്ന സംഭവത്തിന് അവിടെ മാത്രം പറയുക. നീ അഫ്ഗാനിസ്ഥാനും താലിബാനിനൊക്കെ എന്തിനാണ് അതിനകത്ത് വലിച്ചിടണത്? ഒരു ജിമ്മ് ഇസ്ലാമിക ശരീഅത്ത് നിയമം അനുസരിച്ച് ഒരു ജിമ്മ് അവിടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നടക്കുന്ന മുസ്ലിങ്ങൾ മാത്രം അവിടെ പോയാൽ മതി. ഊള വെളിച്ചെണ്ണ കുപ്പി ഷാഗിൽ അണ്ടിമൊക്കെ കൊണ്ടാ നിന്നെ കൊണ്ട് അവിടെ പോകാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഊള നീ ഇവിടെ ഇരുന്നിട്ട് ഈ കരച്ചിലോട് കരഞ്ഞ് നീ മെഴുകണത്? വാണമേ, നിനക്ക് വേറെ ഒരു പണിയില്ലടാ.